മൊത്തത്തിൽ ടൗൺഷിപ്പിലാകെയുള്ള ബാക്കി 410 വീടുകളാണല്ലോ മൊത്തം നിർമ്മിക്കുന്നത്. ആ ടൗൺഷിപ്പിന്റെ ഭാഗമായുള്ള മുഴുവൻ ഭാഗത്തും നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി തൊഴിലാളികളുണ്ട്, സ്കാറ്റേഡായി കിടക്കുകയാണ്. അപ്പോൾ തൊഴിലാളികൾ ഒരു സ്ഥലത്ത് പോയാൽ കൂടി വർക്ക് ചെയ്ത് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ചില വീഡിയോസ് എടുത്ത്, ദൃശ്യങ്ങൾ എടുത്ത് കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. അതൊന്നും യഥാർത്ഥത്തിൽ ഇത്രയേറെ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു തറക്കല്ലിട്ടതിന് ശേഷം ഒരു കല്ല് പോലും എടുത്തു വെക്കാതെ, തറക്കല്ലിടുന്നതിന് മുമ്പ് തന്നെ ഒരു അപേക്ഷ പോലും അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അപേക്ഷ സമർപ്പിക്കണ്ടേ? അപേക്ഷ പോലും സമർപ്പിക്കാതെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുക എന്ന ലക്ഷ്യം പോലും ഇല്ലാതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടുവന്ന് ഇത്ര ദിവസം പിന്നിടുമ്പോഴും ഒരു കാര്യവും ചെയ്യാം. കോൺഗ്രസിനെതിരെ വിമർശനം ഉയരുമ്പോൾ ആ വിമർശനത്തെ തടയാൻ വേണ്ടി അങ്ങനെയൊരു ശ്രമം നടത്തിയാൽ അത് വിലപ്പോകുമെന്ന് കരുതുന്നവർ അത് തെറ്റായിരിക്കുമെന്ന് അവർക്ക് ബോധ്യപ്പെടും. കാരണം ദുരന്തബാധിതർക്ക് ഇക്കാര്യത്തിൽ യാതൊരു ആശങ്കയുമില്ല. അവിടെ ആവശ്യമായ തൊഴിലാളികൾ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ കൃത്യമായി ആവശ്യമായ തൊഴിലാളികൾ, ഞാൻ പറഞ്ഞല്ലോ 1320 തൊഴിലാളികൾ ഇന്നലെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു കാണിക്കൂ. തൊഴിലാളികൾ അവിടെ ആവശ്യത്തിനധികമുണ്ട്. തൊഴിലാളികൾ അവിടെ ആവശ്യത്തിനുണ്ട്. തൊഴിലാളികൾ അവിടെ കൃത്യമായി വർക്ക് ചെയ്യുന്നു. തൊഴിലാളികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ചല്ല വർക്ക്, സ്കാറ്റേഡായി വിവിധ മേഖലകളിലാണ് വർക്ക്. ആ വർക്ക് ആ നിലയിൽ നടക്കുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മഴക്കാലത്തിന് മുമ്പ് മുഴുവൻ ആളുകൾക്ക് കൊടുക്കുമെന്ന്. ആ നിലയിൽ തന്നെയുള്ള വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട്. അത് കൊടുക്കുകയും ചെയ്യും. അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും, ഗുണഭോക്തൃ ലിസ്റ്റിലുള്ള എല്ലാവർക്കും വീടുകൾ നൽകും. ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ കൃത്യമായി ആ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത കാലവർഷത്തിന് മുമ്പ് ഗുണഭോക്തായ ആളുകൾക്ക് വീടുകൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കും. വിഷുവിന് മുമ്പ് 178 പേർക്ക് അവിടെയുണ്ട്. മറ്റെല്ലാവർക്കും തീർന്നതാണ്. എന്നാൽ ചെറിയ മൊത്തത്തിൽ എല്ലാവർക്കും കൂടെയുള്ള ചില ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു വീട് എന്ന നിലയിൽ അവിടെ കയറി കൂടുന്നതിന് വേറെ പ്രശ്നമില്ല. പക്ഷെ ചില ഫെസിലിറ്റീസ് നമ്മൾ ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ എല്ലാവർക്കുമായി ചെയ്ത ചില കാര്യങ്ങളുണ്ട്. സീവേജ് പ്ലാന്റിന്റെ ചില അവസാന വർക്കുകൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അത്തരം വർക്കുകളാണ് അവിടെ തീരാനുള്ള ചെറിയ ലാസ്റ്റ് ഘട്ട വർക്കുകളാണ് അവർ കടന്നിരിക്കുന്നത്. കയറി കൂടാൻ കഴിയുമെന്നുള്ളത് അവരോട് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടെല്ലാം സംസാരിച്ചതാണ്. ഇപ്പൊ ഉടനെ ഈ വിഷയം എന്തുകൊണ്ടാണ്? വിഷുവിന് മുമ്പ് പറഞ്ഞാൽ വിഷു കഴിഞ്ഞിട്ടും വിഷു എത്തിയിട്ടും കയറി താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഇത് ഉയരുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വൃഥാശ്രമം മാത്രമാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു അപേക്ഷ പോലും സമർപ്പിക്കാത്തവർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ വിഷയം. ഒരപേക്ഷ പോലും ആ വീടുകളുടെ നിർമ്മാണത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല കോൺഗ്രസ്. നിർമ്മാണം പോട്ടെ, തറക്കല്ലിട്ടു. ആ തറക്കല്ലിടുന്നതിന് മുമ്പായി ഒരു അപേക്ഷ സമർപ്പിക്കണം. അതുപോലും സമർപ്പിക്കാത്തവർ, ആ വിഷയം ജനങ്ങൾക്കിടയിൽ വരുന്നു. എവിടെയാണ് പണം? ആർക്കറിയാം? എവിടെയാണ്, ആരുടെ അക്കൗണ്ടിലാണ് പണം? എത്ര പണമാണ് പിരിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ചില ഡീലുകൾക്ക് ആ പണം ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം ഞങ്ങൾ പറയുകയാണ്. വയനാട് ജില്ലയിൽ തന്നെ കണ്ടല്ലോ, ഉയർന്നു വന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, IC ബാലകൃഷ്ണന്റെ ഓഫീസിലേക്കും വീട്ടിലേക്കും ഒക്കെ സമരം, ഞങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് കാണുന്നത്, സമരം ചെയ്യുമെന്ന് അവർ പറഞ്ഞു. ആ സമരമൊക്കെ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഡീൽ നടന്നിരിക്കുന്നു. ആ ഡീൽ നടന്നതുമായി ബന്ധപ്പെട്ട് ശബ്ദരേഖകൾ ഉൾപ്പെടെയുള്ള കാര്യം ഞങ്ങളുടെ കയ്യിലുണ്ട്, തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവർ തന്നെ പറഞ്ഞ, പത്രസമ്മേളനം നടത്തിയവർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം അത് നേതൃത്വം കൊടുക്കുന്നത് ആരാ? കോൺഗ്രസിന്റെ നേതാവ് T സിദ്ദിഖും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ. 10-15 ലക്ഷത്തിന് 10 ലക്ഷം കൊടുക്കാനുള്ളതിന് അതിനേക്കാൾ കൂടുതൽ പണം കൊടുത്ത് ഡീൽ ചെയ്യാണ്. എവിടുന്നാണ് ഈ പണം? ഇത്തരത്തിലുള്ള IC ബാലകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ പേരുള്ള പണം, ആ പണം ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഉയർന്നു വരുമ്പോൾ അതിനെ ഒതുക്കാൻ വേണ്ടി ചില ഡീലുകൾ നടത്താൻ ഉൾപ്പെടെ ഇത്തരം പണം ഉപയോഗിക്കുന്നുണ്ടോ? ഇവർ വ്യക്തമാക്കണം.
ഈ വിമർശനം ഉയരുമ്പോൾ അതിനെ തടയാൻ ടൗൺഷിപ്പിലെ ചില കാര്യങ്ങൾ ടൗൺഷിപ്പിലെ നേരെ കൃത്യമായി നേരത്തെ വ്യക്തമാക്കിയതാണ്. വിഷുവിന് മുമ്പ് അവിടെ നിലവിലുള്ള 178 പേർക്ക് താമസിക്കാൻ കഴിയും നേരത്തെ വ്യക്തമാക്കിയ. വിഷുവിന് ഇനിയും 10-14 ദിവസമുണ്ട്. 10-14 അല്ല, 17 ദിവസമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉയർത്തുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പൊതുവെ അങ്ങനെ എടുക്കുന്നവരായി ഞാൻ കാണുന്നില്ല. പക്ഷേ ഇവിടെ ഏഷ്യാനെറ്റിന്റെ പദ്ധതി കുറെ കാലമായി കോൺഗ്രസിന് വേണ്ടിയുള്ള വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക താല്പര്യം ഇപ്പോൾ അതിലുണ്ടാവും. ഈ പണം ഉൾപ്പെടെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടോ? വ്യക്താക്കണം. ഏഷ്യാനെറ്റ് പ്രതിനിധിക്ക് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടോ? വ്യക്താക്കണം. അപ്പൊ ഈ നിലയിലുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ളത്.